നമ്മളിപ്പോൾ കേട്ടതുപോലെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുയേശു മൂലം ജീവിപ്പിച്ച പിതാവായ ദൈവത്തിന് സ്തുതി, സ്തോത്ര, ബഹുമാനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി പ്രായശ്ചിത്തമായി തീർന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങൾ എല്ലാവർക്കും അറിയിക്കുകയും ചെയ്യുന്നു. പതിവിലും അല്പം നേരത്തെയായി ഇന്ന് നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരുവാൻ ഇടയായി. എല്ലാവരും ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല, നമ്മൾ നേരത്തെ ആക്കിയ വിവരം നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇട്ടു. എല്ലാവരും ആ ഗ്രൂപ്പുകളിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ചിലർ ഒരുപക്ഷെ നമ്മുടേത് മീറ്റിംഗ് കഴിയുമ്പോഴേക്കും ജോയിൻ ചെയ്തേക്കും. അവരുടെയും കൂടെയൊക്കെ പേരുകൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഒരുമിച്ചൊരു ഗ്രൂപ്പിൽ ഇടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒറ്റ മെസ്സേജിൽ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകുമല്ലോ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ നമ്മുടെ റെഗുലർ ടൈമിൽ തന്നെ ആയിരിക്കും. ഇന്നത്തേക്ക് മാത്രമാണ് ഈ സമയം. ദൈവം നമ്മെ ഇതുവരെ സൂക്ഷിച്ചു. ഒരു പുതിയ ആഴ്ചയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ പുനരുത്ഥാന ദിവസം അതാതിടങ്ങളിൽ ദൈവം നമ്മെ കാത്ത് സഭായോഗങ്ങളിലൊക്കെ അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നമുക്കിന്ന് പിന്നെയും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്കും കഴിയുമെങ്കിൽ 7-ാം അധ്യായത്തിന്റെ തുടക്കത്തിലേക്കും പ്രവേശിക്കാം എന്നാണ് കർത്താവിൽ ആശിക്കുന്നത്. നാം 6-ാം അധ്യായത്തിന്റെ അവസാന പാദങ്ങളിൽ കണ്ടത് കുഞ്ഞാട് 6-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നു. 6-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മുഖവുരകൾ കൂടാതെ അറിയാമല്ലോ. സിംഹാസനസ്ഥനായ പിതാവിങ്കിൽ നിന്നും പുത്രനായ ക്രിസ്തു, കുഞ്ഞാടായ ക്രിസ്തു കൈപ്പറ്റിയ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകം. അതിൻ്റെ ഓരോ മുദ്രകൾ കുഞ്ഞാട് പൊട്ടിക്കുകയാണ്, തുറക്കുകയാണ്. അതിൻ്റെ അർത്ഥവും നമ്മൾ കണ്ടു. കാൽവറി ക്രൂശിലെ പ്രായശ്ചിത്ത യാഗത്താലും മരണത്താലും ഉയർപ്പിനാലും യേശുക്രിസ്തു നേടിയ വിജയം അത് പ്രായോഗിക തലത്തിലാക്കി പ്രപഞ്ചത്തെ, ദൈവസൃഷ്ടിയെ വീണ്ടെടുക്കുന്ന പ്രക്രിയയാണ്. പാപത്തിൽ നിന്നും പിശാചിൽ നിന്നും ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും വീണ്ടെടുക്കുന്ന പ്രക്രിയ. സോ the Lamb of God is initiating the final steps of redemption of the entire creation. That redemptive work has been completed legally on the cross. So legally Christ won on the cross by atoning himself and being resurrected. But implementation of that victory is not yet done. We have seen from 3 different passages last day. യേശുക്രിസ്തു നിയമപരമായി സർവ പ്രപഞ്ചത്തിന്റെയും വീണ്ടെടുപ്പ് ക്രൂശിൽ നിവർത്തിച്ചു. തന്റെ രക്തത്തെ പാപത്തിന് പ്രായശ്ചിത്തമായി അർപ്പിച്ചതിലൂടെ, തന്റെ മരണ അടക്ക പുനരുത്ഥാനത്തിലൂടെ ക്രിസ്തു ക്രൂശിൽ വിജയം നേടി. നിയമപരമായി സകലത്തെയും വീണ്ടെടുത്തു. നിയമപരമായി സകലത്തിൻ്റെയും വീണ്ടെടുപ്പുകാരനായും കർത്താവ് തീർന്നു. എന്നാൽ ആ വിജയത്തിന്റെ നടത്തിപ്പ് ഇതുവരെയും പ്രായോഗികമായിട്ടില്ല. അതിൻ്റെ 3 അവസ്ഥകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. സ്തോത്രം. കൊലോസ്യ ലേഖനത്തിൽ നിന്നും എഫേസ്യർക്കുള്ള ലേഖനത്തിൽ നിന്നും ഒടുവിൽ കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ നിന്നും അതിൻ്റെ നടത്തിപ്പിലേക്കാണ് കുഞ്ഞാടിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. സ്തോത്രം. അത് ബലപ്രയോഗത്തിലൂടെ അല്ലാതെ നടക്കുന്നില്ല.
അതിന് കർത്താവ് തന്റെ അധികാരവും ശക്തിയും ഇവിടെ ഉപയോഗിക്കുന്നു. എന്നാൽ സാത്താനുമായി നേരിട്ട് കർത്താവ് ഒരിക്കൽ മാത്രമേ യുദ്ധം ചെയ്യുന്നുള്ളൂ. അത് ഏറ്റവും ഒടുവിലാണ്. അതോടുകൂടെ വീണ്ടെടുപ്പിന്റെ പ്രക്രിയ പൂർണ്ണമാവുന്നു. അത് നമുക്ക് 20-ാം അധ്യായത്തിലാണ് കാണുവാൻ സാധിക്കുക, വെളിപ്പാട് പുസ്തകം. അതിന്റെ മുന്നോടിയായിട്ടാണ് 7 പാദങ്ങളിലായി, 7 ചുവടുകളിലായി, 7 സ്റ്റെപ്സിലായി മുദ്രകൾ പൊട്ടിച്ച് കർത്താവ് വീണ്ടെടുപ്പിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നു. അതിൽ 6ാമത്തെ മുദ്രാഭേദനം വളരെ പ്രധാനപ്പെട്ട ഒന്നായി നമുക്കിവിടെ കാണാം. അവിടെയാണ് പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ നടക്കുന്ന ഏറെ വലിയ സംഭവങ്ങൾ, കോസ്മിക് ആയിട്ടുള്ള സംഗതികൾ. അതിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ നമുക്ക് പഴയ നിയമത്തിലെ പല ഭാഗങ്ങളിലുണ്ട്. സഖരിയ പ്രവചനം 14-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ഒലിവുമലയിൽ കാലുകൾ വയ്ക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വലിയ ഭൂകമ്പത്തെ, പിളർപ്പിനെ, അവിടെ ഉണ്ടാകുന്ന ഒരു പുതിയ താഴ്വരയെ ഒക്കെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പ്രത്യേക വിഷയമാണ് നമുക്ക് ഈ 6ാം മുദ്രാഭേദനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത, കർത്താവായ യേശു ഭൂമിയിലേക്ക് മഹത്വത്തോടെ, തേജസ്സോടെ, ക്രുദ്ധതയോടെ ഇറങ്ങി വരുന്ന വരവ്. ആ വരവിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തെയും കൂടെ ആധാരമാക്കി പഠിച്ചിട്ടുണ്ട്. സ്തോത്രം. കുഞ്ഞാട് ഏറെ സന്തോഷത്തോടുകൂടെയാണ് മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്, തൻ്റെ കാന്തയെ തൻ്റെ അടുക്കിലേക്ക് ചേർക്കുവാൻ. അതിന് 7 വർഷം കഴിയുന്നു. കുഞ്ഞാടിന്റെ കല്യാണം നടക്കുന്നു. വിശുദ്ധന്മാരെല്ലാവരും കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നു. ഏറെ സന്തോഷത്തോടെ പിതാവിന്റെ ഭവനത്തിൽ 7 വർഷം ചിലവഴിച്ച ശേഷം യേശു കർത്താവ് ഇപ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. സകല വിശുദ്ധന്മാരും കർത്താവിനോട് കൂടെയുണ്ട്, കർത്താവിന്റെ ദൂതന്മാരുണ്ട്, സ്വർഗീയ സൈന്യം യേശുവിനെ അനുഗമിക്കുന്നു. ഒറ്റയ്ക്കല്ല വന്നത്. സ്തോത്രം. നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് യേശു വന്നത് ഒറ്റയ്ക്ക, കൂടെ ആരും ഉണ്ടായിരുന്നില്ല, വേറെ ആരും ഇല്ലായിരുന്നു. വീണ്ടെടുപ്പുകാരനായ യേശു വന്നത് ഒറ്റയ്ക്കാണ്, വേറെ ആരും കർത്താവിനോട് കൂടെ ഇല്ലായിരുന്നു. സ്തോത്രം. അവൻ ഏകനായി നമ്മുടെ പാപങ്ങളെല്ലാം ചുമന്ന് ക്രൂശന്മേൽ കയറി ഏകനായി പാപത്തിന് പരിഹാരം വരുത്തി. എന്നാൽ സ്തോത്രം, ഈ ഭൂമിയിലേക്ക് നമ്മുടെ കർത്താവ് ഇറങ്ങി വരുമ്പോൾ ഒറ്റയ്ക്കല്ല. തൻ്റെ ആദ്യത്തെ വരവിൽ തൻ്റെ രക്തം കൊടുത്ത് സമ്പാദിച്ച സകല വിശുദ്ധന്മാരുടെയും വലിയൊരു സംഘം കർത്താവിനൊപ്പമുണ്ട്. കൂടാതെ സ്വർഗത്തിലെ സകല സൈന്യവും യേശുവിനോടൊപ്പമുണ്ട്. സ്തോത്രം. അവരുടെ എല്ലാം ക്യാപ്റ്റനായി, അവരുടെ എല്ലാം നായകനായി യേശു കർത്താവ് വരികയാണ്. ആ വരവ്, സ്തോത്രം, നാം ഈ 6-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ, വെളിപ്പാട് 6-ന്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. വെളിപ്പാട് 19-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ, വിശേഷിച്ച് 14, 15 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. യെശയ്യാ പ്രവചനം 63-ാം അധ്യായം ആദ്യം മുതലുള്ള വാക്യങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. കുഞ്ഞാട് വളരെ ക്രുദ്ധിതനാണ്. സ്തോത്രം. കുഞ്ഞാട് വളരെ ക്രുദ്ധിതനാണ്. വ്യസനപാത്രമായി ഒരിക്കൽ ഭൂമിയിൽ വന്ന കർത്താവ്, രോഗം ശീലിച്ചവനായി ഭൂമിയിൽ ഒരിക്കൽ വന്ന കർത്താവ്, ദൈന്യതയുടെ മൂർത്തിമത് ഭാവമായി വെളിപ്പെട്ടവൻ. സ്തോത്രം. ഇപ്പോൾ പ്രിയ പൈതല് ഉരുവിട്ട എഫേസ്യർ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ
കേട്ടല്ലോ, സ്തോത്രം. കരുണ സമ്പന്നനായ ദൈവം. അപ്പൊ കരുണയുടെ ഒരു പ്രതീകമായി, കരുണയുടെ ഒരു മൂർത്തിയായി, സ്തോത്രം, വെളിപ്പെട്ട നമ്മുടെ കർത്താവ് ഇപ്പോൾ കരുണാമയനായിട്ടൊന്നുമല്ല, കമ്പാഷനേറ്റ് ആയിട്ടൊന്നുമല്ല കർത്താവ് ഇപ്പോൾ വരുന്നത്. അവൻ വളരെ ക്രുദ്ധിതനാണ്, കുപിതനാണ്. സ്തോത്രം. ആ കോപം തൻ്റെ വിശുദ്ധിയുടെയും നീതിയുടെയും പ്രതീകമാണ്, അല്ലാതെ നമ്മുടേതുപോലെയുള്ള ഒരു ക്രോധമല്ല. ചിലപ്പോൾ ചിലർക്കൊക്കെ തോന്നും, അയ്യോ ഈ ദൈവം ഇങ്ങനെയൊക്കെ കോപിക്കുമോ. അതെ, ഈ കോപം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധിയുടെ ഒരു അടയാളമാണ്, നീതിയുടെ ഒരു തെളിവാണ്. സ്തോത്രം. നമ്മൾ നേരത്തെ തന്നെ കണ്ടല്ലോ, നീതി, ന്യായം, വിശുദ്ധി, സത്യം എന്നിവയുടെ പ്രതീകമായിട്ടാണ് ഇവിടെ കുഞ്ഞാട് കുപിതനായിരിക്കുന്നത്. സ്തോത്രം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ ദൈവം സ്നേഹം ആണെങ്കിലും അതേ സമയം തന്നെ നീതിമാനും പരിശുദ്ധനും കൂടെയാണ്. അതുകൊണ്ട് എപ്പോഴും ദൈവം കരുണ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ അല്ല, അതിന് പരിധിയുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയുമൊക്കെ നമുക്ക് അല്ലെങ്കിൽ മനുഷ്യകുലത്തിന് മാനസാന്തരത്തിനായിട്ടുള്ളതാണ്. അതിനുള്ള ഒരു സമയപരിധിയും ദൈവം വെച്ചിട്ടുണ്ട്. ആ സമയപരിധി അങ്ങേയറ്റം പോയാൽ ആ സമയപരിധി എപ്പോൾ വരെയാ? മാക്സിമം ദൈവം നമ്മോട് കാണിക്കുന്ന കരുണ, അതിന് എത്ര ആയുസുണ്ട്? ട്രിബുലേഷന്റെ ലാസ്റ്റ് പീരീഡ് വരെ, മൗത്തപ്രത്യക്ഷത വരെ അല്ല, നമ്മുടെ മരണം വരെ, നമ്മുടെ ആയുഷ്കാലം. യെസ്, നമ്മുടെ ആയുഷ്കാലം വരെയാണ് അതിനുള്ളത്. മഹാപീഡന കാലത്ത് അതുവരെയുണ്ട്. എന്നാൽ ഓരോ വ്യക്തിയോടുമുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കരുണയുടെ പരമാവധി അവധി എന്ന് പറയുന്നത്, പരമാവധി ദൈർഘ്യം എന്ന് പറയുന്നത് നമ്മുടെ ആയുഷ്കാലമാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ച് അത്രയും പോലും നീട്ടിക്കിട്ടുന്നില്ലെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അതിലൊന്നും സംശയം ഇല്ല എന്ന് കരുതുന്നു. ഇതുവരെ നമ്മൾ നോക്കിയതിൽ എന്തെങ്കിലും സംശയങ്ങൾ അവശേഷിക്കുന്നെങ്കിൽ ചോദിച്ചാട്ടെ. കഴിഞ്ഞ ക്ലാസ്സും സംശയ നിവാരണത്തിന് അവസരം ഇല്ലാതെയാണല്ലോ നമ്മൾ അവസാനിപ്പിച്ചത്. ഒന്നുമില്ല. ശരി. അപ്പോൾ ദൈവം നിത്യനായതുകൊണ്ട് ദൈവത്തിന്റെ സ്വഭാവങ്ങളെല്ലാം നിത്യമാണ്. പക്ഷേ മനുഷ്യനോടുള്ള ബന്ധത്തിൽ, ഓരോ വ്യക്തിയോടുമുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഓരോ സ്വഭാവത്തിനും പരിമിതിയുണ്ട്. പ്രത്യേകിച്ച് സ്നേഹം, കരുണ, ദയ എന്നിവയ്ക്കൊക്കെ, മനസ്സലിവ് എന്നിവയ്ക്കൊക്കെ പരിധിയുണ്ട്. ആ പരിധിയുടെ പരമാവധി എന്ന് പറയുന്നത് നമ്മുടെ മരണമാണ്. ഒരു മനുഷ്യന്റെയും മരണശേഷം ദൈവത്തിന് ആരോടും കരുണ തോന്നുന്നില്ല. ഓർക്കുക, മരണശേഷം ദൈവത്തിന് ആരോടും കരുണ തോന്നുന്നില്ല. സ്തോത്രം. അവന്റെ അവസാന ശ്വാസത്തിൽ അവൻ എന്തായിരുന്നുവോ, ഒരു മനുഷ്യൻ അവന്റെ അവസാന ശ്വാസത്തിൽ എന്തായിരുന്നുവോ അതേ നിലയിൽ തന്നെയായിരിക്കും മരണാനന്തരമുള്ള അവന്റെ നിത്യകാലവും ദൈവം അവനെ പരിഗണിക്കുന്നത്. മനസ്സിലായോ? ഞാൻ എൻ്റെ ആയുസിന്റെ അവസാന നിമിഷത്തിൽ ഒരു പിന്മാറ്റക്കാരനായിരുന്നെങ്കിൽ എൻ്റെ മരണാനന്തരം ദൈവം എന്നെ പരിഗണിക്കുന്നത് പിന്മാറ്റക്കാരനായി തന്നെയായിരിക്കും. എൻ്റെ ജീവിതത്തിന്റെ, എൻ്റെ ശ്വാസത്തിന്റെ അവസാന നിമിഷത്തിൽ ഞാൻ പാപമോചിതനായിരുന്നെങ്കിൽ എന്നെ ദൈവം മരണാനന്തരം കണക്കാക്കുന്നതും പാപങ്ങൾ മോചിക്കപ്പെട്ട ഒരുവനായി തന്നെയായിരിക്കും. അതുകൊണ്ട് നാം മരിക്കുന്ന സമയത്ത് എന്തായിരിക്കുമോ അതായിട്ട് തന്നെയാണ് നിത്യത മുഴുവനും ദൈവം നമ്മെ കണക്കാക്കുന്നത്. സ്തോത്രം. അതിനു മുമ്പ് ഞാൻ മരിക്കുന്ന സമയത്ത് ഒരു പാപമോചനം പ്രാപിച്ച വിശുദ്ധനായിട്ടാണ് മരിക്കുന്നതെങ്കിൽ
അതിനു മുമ്പ് ഞാൻ എത്രയും അധമ പാപിയായിരുന്നെങ്കിലും ദൈവം അത് ആ പാപിയായിട്ട് എന്നെ കണക്കാക്കുന്നില്ല. ഞാൻ മരിക്കുന്ന സമയത്ത് ഒരു പിന്മാറ്റക്കാരനായി, ഒരു അശുദ്ധനായി പാപത്തിൽ മരിച്ചെങ്കിൽ അതിനു മുമ്പ് ഞാൻ എത്ര വിശുദ്ധനായി, നീതിമാനായി, ദൈവത്തിന് പ്രയോജനമുള്ളവനായി ജീവിച്ചു എന്നത് ദൈവം പരിഗണിക്കുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിന് ഓരോ മനുഷ്യരോടും ഉള്ള ദയയുടെ പരമാവധി ദൈർഘ്യം അവന്റെ ആയുഷ്കാലമാണ്. മരണം വരെ മാത്രമേ ഉള്ളൂ. എന്നാൽ ചിലർക്ക് അത്രയും പോലും ലഭിക്കുന്നില്ല. ജീവകാലത്ത് തന്നെ ദൈവത്തിന് അവരോടുള്ള കരുണ എക്സ്പയർ ആകുന്നു, തീർന്നു പോകുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോടൊക്കെ ഉള്ള ബന്ധത്തിൽ ദൈവം യെശയ്യാവിലൂടെയും യിരെമ്യാവിലൂടെയൊക്കെ പറഞ്ഞത്, ഞാൻ കരുണ കാണിച്ച് മടുത്തിരിക്കുന്നു. യിരെമ്യാവിനോട് അതുകൊണ്ടാ പറഞ്ഞത്, നീ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. നീ പ്രാർത്ഥിച്ചാലും ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. വേദപുസ്തകം അനുസരിച്ച് ഏറ്റവും വലിയ മധ്യസ്ഥന്മാർ ശമൂവേലും മോശയും ഒക്കെയാ. ഏറ്റവും വലിയ നീതിമാന്മാർ ഇയ്യോബും നോഹയും ദാനിയേലും ഒക്കെയാ. യെഹെസ്കേൽ പ്രവചനത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ദൈവം പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞു, ഏറ്റവും വലിയ മധ്യസ്ഥന്മാരായ മോശയും ശമൂവേലും ഉൾപ്പെടെ ഉള്ളവർ എന്നോട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കത്തില്ല. ഏറ്റവും വലിയ നീതിമാന്മാരായ നോഹയും ഇയ്യോബും ദാനിയേലും ആ പട്ടണത്തിൽ ഉണ്ടായാലും അവരുടെ നീതി കൊണ്ട് അവരെ തന്നെ രക്ഷിക്കൂ, വേറെ ആരെയും രക്ഷിക്കില്ല. അവരുടെ നീതി വേറെ ആരുടെയും നീതിയായി കണക്കിടില്ല എന്നർത്ഥം. അപ്പോൾ പറഞ്ഞു വന്നത്, ആ മനുഷ്യരുടെ ജീവകാലത്ത് തന്നെ അവരോടുള്ള ദൈവത്തിന്റെ ദയ ദൈവം നിർത്തലാക്കി. നാം കണ്ടത്, നാം മനസ്സിലാക്കിയത്, യേശുക്രിസ്തു ദൈവകുഞ്ഞാട് ഭൂമിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒന്നാമതായി ആദ്യത്തെ തവണ വന്നപ്പോൾ മനസ്സലിവിന്റെ ഇമേജായി, മൂർത്തിമത് ഭാവമായി വെളിപ്പെട്ടവൻ ഇപ്പോൾ വരുന്നത് ശുഭിതനായിട്ടാണ്. കോപം കൊണ്ട് കലങ്ങിയ കണ്ണുകൾ, മധ്യാഹ്ന സൂര്യന്റെ ശോഭ പോലെ പ്രജ്വലിക്കുന്ന മുഖം, ശത്രുക്കളെ ദയ കൂടാതെ ചവിട്ടിക്കളയത്തക്ക ബലവത്തായ വെള്ളോട്ടിന് സദൃശമായ കാലുകൾ, കാണുന്നവർക്ക് ഭീതിജനകമായ ന്യായാധിപ രൂപം, വെളുത്ത മുടി, വെള്ള നിലയങ്കി, മാറത്ത് പൊൻകച്ച, ന്യായാധിപന്റെ രൂപം. സ്തോത്രം. വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെ നമ്മളൊരു പാട്ടിൽ പാടുന്നത് പോലെ ദുഷ്ടന്മാർക്ക് ഏറ്റവും ഭീതികരമായ ഒരു രൂപത്തിലാണ് നമ്മുടെ കർത്താവ് നിൽക്കുന്നതെങ്കിലും തൻ്റെ വലങ്കരങ്ങളിൽ സഭയുടെ ദൂതന്മാരായ നക്ഷത്രങ്ങളെ പിടിച്ചിരിക്കുന്നതായും സഭയുടെ നടുവിൽ 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നതായും കാണും. 1-ാം അധ്യായത്തിൽ തന്നെ ക്രിസ്തുവിന്റെ രൂപം ഇങ്ങനെയാണ്. ഇവിടെ ഇപ്പോൾ ആ കയ്യിൽ പിടിച്ചിരുന്ന സകല വിശുദ്ധന്മാരും ഒപ്പം കൂടി അവരും തന്നെ പോലെ തേജോമയന്മാരായി ഇറങ്ങി വരികയാണ്. ആ സമയത്ത് കുഞ്ഞാട് ഏറെ കുപിതനാണ്, ക്രോധം ഉണ്ട്. ആ ക്രോധമുഖം കണ്ടു നിൽക്കാൻ
ലോകത്തിൽ ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നാം കണ്ടത്. അപ്പോൾ ഇത് ഈ 6ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള എഴുന്നള്ളത്താണ്. അത് കണ്ടുകൊണ്ടാണ് സ്തോത്രം മാനസാന്തരപ്പെടുന്ന ഒരു ഇസ്രായേൽ സംഘമുണ്ട്. ദൈവം അതവർക്ക് അങ്ങനെ അനുവദിച്ചിരിക്കുകയാണ്. അവർ യേശുക്രിസ്തുവിനെ തിരിച്ചറിയുന്നു, അവർ മാനസാന്തരപ്പെടുന്നു. എന്നാൽ ബാക്കിയുള്ള ലോകത്തിലെ മുഴുവൻ പേർക്കും മാനസാന്തരത്തിനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു. അവർ കുഞ്ഞാടിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആത്മഹത്യ ഉൾപ്പെടെ മരണം ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്നു. എന്തറിയാതെ മരണം പോലും ഒരു മനുഷ്യനെ ദൈവകുഞ്ഞാടിന്റെ ക്രോധത്തിൽ നിന്ന് രക്ഷിക്കുകയില്ല എന്ന സത്യം അറിയാതെ അവർ മരണം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. മനസ്സിലായോ? മരണം, ശാരീരിക മരണം പോലും ഒരു മനുഷ്യനെ ദൈവക്രോധത്തിൽ നിന്നും ദൈവിക ന്യായവിധിയിൽ നിന്നും ഒഴിവുള്ളവനാക്കുന്നില്ല. ദൈവക്രോധത്തിൽ നിന്നും ദൈവിക ന്യായവിധിയിൽ നിന്നും ഒഴിവാകുവാൻ ഏക മാർഗമേ ഉള്ളൂ, ജീവിച്ചിരിക്കെ തന്നെ സുബോധത്തോടെ മനഃപൂർവം പാപങ്ങളെ വിട്ടുതിരിയുകയും യേശുക്രിസ്തുവിനെ തങ്ങളുടെ രക്ഷിതാവായും കർത്താവായും സ്വീകരിക്കുകയും ചെയ്യുക. വേറെ ഒരു മാർഗവുമില്ല. ജീവിച്ചിരിക്കുമ്പോഴല്ലാതെ പിന്നീട് രക്ഷയ്ക്ക് ഒരു മാർഗവുമില്ല. സ്തോത്രം. തങ്ങളാൽ തന്നെയോ മറ്റുള്ളവരാലോ മരണാനന്തരം പാപമോചനത്തിനും രക്ഷിക്കപ്പെടുന്നതിനും അവസരമില്ല എന്ന വസ്തുത എല്ലാവരും അറിഞ്ഞിരിക്കുക. ആരെങ്കിലും അല്ലാതെ ചിന്തിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ, ഇതിനുശേഷം കേൾക്കുന്നവരിലും ആരിലും ഉണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളുക, മരണാനന്തരം രക്ഷയ്ക്ക് ഒരു മാർഗവും ഇല്ല. സ്തോത്രം. അതാണ് നാം എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അറിയാമെങ്കിലും ഒന്നും കൂടെ വായിച്ചേരെ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. പ്രൈസ് ഗോഡ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. ദിസ് ഈസ് വൺ ഓഫ് ദി ഡിവൈൻ അപ്പോയിന്റ്മെന്റ്സ്. ദൈവിക നിയമനങ്ങളിലെ ഒരു നിയമനമാണ് മനുഷ്യന് വേണ്ടി ഒരിക്കൽ മരിക്കുക, പിന്നെ ന്യായവിധി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും വേണ്ടി ദൈവം നിയമിച്ചിരിക്കുന്നു. ഒരു വാക്യവും കൂടെ, 2 കൊരിന്ത്യർ 5:10, 2 Corinthians 5:10. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. സ്തോത്രം. ഓരോരുത്തനും, അതാണ് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ജീവനോടിരിക്കുമ്പോൾ, ചെയ്തത് നല്ലതാകട്ടെ തീയതാകട്ടെ അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ന്യായാധിപനായ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നമുക്കെല്ലാവർക്കും വ്യക്തിപരമായി വെളിപ്പെട്ടേ പറ്റുകയുള്ളൂ. സ്തോത്രം. ആരും ആർക്കും വേണ്ടി അവിടെ ഹാജരാകാൻ പറ്റില്ല, അവരവർ തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനു മുമ്പും പഠിച്ചിട്ടുള്ളത്, ദൈവിക ന്യായവിധിയിൽ വക്കീലുമില്ല, അപ്പീലുമില്ല. സ്തോത്രം.
നോ വക്കീൽ ആൻഡ് നോ അപ്പീൽ. സ്തോത്രം. ഇവിടെയാണെങ്കിൽ എത്ര ഭീകരമായ തീവ്രവാദിക്കും വക്കീലിനെ കിട്ടും. ഇന്ത്യയിൽ വന്ന്, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്കാരെ തുരുതുരെ വെടിവെച്ച് കൊന്ന, കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞ അജ്മൽ കസബ് എന്ന് പറയുന്ന ഭീകരവാദിയെ മുംബൈയിൽ പിടികൂടി കോടതിയിൽ വർഷങ്ങളോളം വിസ്തരിച്ച് ഒടുവിൽ തൂക്കിക്കൊന്ന് നമുക്കറിയാം. ഇന്ത്യക്കെതിരായി ഇന്ത്യയിൽ നുഴഞ്ഞു കയറി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്ന കുറെ ഭീകരവാദികളിൽ ജീവനോടെ പിടിക്കപ്പെട്ട ഒരുത്തനായിരുന്നു അവൻ. പക്ഷേ അവനു വേണ്ടിയും അവന് അനുകൂലമായും വാദിക്കുവാൻ ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു വക്കീലിനെ അവന് കൊടുത്തു. ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുന്ന സമയത്ത് എത്ര ഭീകരവാദിക്കും എത്ര അധമനും വേണ്ടി അനുകൂലമായി വാദിക്കാൻ വക്കീലിനെ കിട്ടും. എന്നാൽ ദൈവിക ന്യായവിധിയിലോ ഒരു വക്കീലില്ല. ഇന്ന് പല മധ്യസ്ഥന്മാരും പലർക്കും വേണ്ടി ദൈവത്തോട് മധ്യസ്ഥത അണയ്ക്കുന്നെന്നും പറഞ്ഞ് കാശ് മേടിക്കുന്നുണ്ട്. പക്ഷേ അവര് പോലും ആരും ഈ ന്യായവിധിയിൽ ഈ മനുഷ്യർക്ക് വേണ്ടി വാദിക്കാൻ വക്കീലന്മാരായിട്ടുണ്ടാവില്ല. കാരണം അവരവരുടെ കേസ് വാദിക്കാൻ പോകുമോ അതോ നമ്മുടെ കേസ് വാദിക്കാൻ പോകുമോ? കാരണം ഈ പുള്ളികൾക്കും കുറ്റപത്രം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്. ഈ വാക്യം പ്രധാനമായും വിശുദ്ധന്മാരുടെ ന്യായവിധിയുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും അത് ഒരു പൊതു തത്വവും കൂടെയാണ്. പറഞ്ഞു വന്നതിന്റെ സാരം മനസ്സിലായല്ലോ? സ്തോത്രം. ഒരിക്കൽ മരിക്കുക, പിന്നെ ന്യായവിധി. മരണശേഷം ആർക്കും രക്ഷയ്ക്കോ മാനസാന്തരത്തിനോ അവസരം ഇല്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കെ തന്നെ മനഃപൂർവം മാനസാന്തരപ്പെടുകയും യേശുവിനെ ദൈവത്തിന്റെ പുത്രനായും മശിഹയായും രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്ത സകല വിശുദ്ധന്മാർക്കുമായി ദൈവത്തിനു സ്തോത്രം. അങ്ങനെയുള്ളവരെല്ലാം ഈ കർത്താവിന്റെ ഭൂമിയിലേക്കുള്ള പ്രത്യക്ഷതയിൽ, സ്തോത്രം, ഈ രണ്ടാമത്തെ പ്രത്യക്ഷതയിൽ കർത്താവിനോട് കൂടെ കാണും. ആ വരവാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്തോത്രം. പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ ഇരുട്ട്, ഡാർക്ക്നെസ് സ്റ്റാൻഡ്സ് ഫോർ ഡിവൈൻ ജഡ്ജ്മെന്റ്. പഴയ നിയമത്തിൽ ഇരുട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വായിച്ച 6-ാമത്തെ മുദ്രാഭേദനത്തിൽ എന്താ സംഭവിച്ചത്? സൂര്യൻ ഇരുണ്ടുപോകുന്നു എന്ന് വെച്ചാൽ ഭൂമി മുഴുവനും ഇരുട്ടുണ്ടാവുന്നു എന്നാ. ആ ഇരുട്ട് എന്തിനെ പ്രതിനിധീകരിക്കുന്നതാണ്? ദൈവീക ന്യായവിധിയെ പ്രതിനിധീകരിക്കുന്നതാണ്. അപ്പൊ സൂര്യൻ ഇരുണ്ടുപോകുന്നു, ഭൂമിയിൽ ഇരുട്ട് വ്യാപരിക്കുന്നു, ചന്ദ്രൻ രക്തനിറമായി തീരുന്നു എന്ന് പറഞ്ഞാൽ ഭൂഗോളങ്ങളൊന്നും പ്രകാശം കൊടുക്കാതിരിക്കുന്നു, ഇരുൾ വ്യാപരിക്കുന്നു. അത് ന്യായവിധിയുടെ ചിത്രമാണ്. സ്തോത്രം. ന്യായവിധിയെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. ഒത്തിരി ഭാഗങ്ങളുണ്ട്. നാം ഇരുട്ട് ന്യായവിധിയുടെ ഭാഗമായി ഏറ്റവും ആദ്യം കാണുന്നത് എവിടെയാ? എക്സഡസില്. അതിനു മുമ്പ് എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ജെനസിസ്. ഉൽപ്പത്തിയിലുണ്ട്. ജെനസിസ്, ഉൽപ്പത്തിയിലുണ്ട്. 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ആ ഇരുൾ
നാം കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം മുതൽ, അല്ലെ 3 മുതലുള്ള വാക്യങ്ങളിൽ കണ്ടു, പുരാതന ലോകം, പണ്ടുള്ള ലോകം ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടാക്കപ്പെട്ടതായിരുന്നെങ്കിലും അതേ വചനത്താൽ പ്രളയത്തിൽ നശിച്ചുപോയി. നമ്മളതിനെപ്പറ്റി കണ്ടിരുന്നു. അങ്ങനെ പ്രീ ആഡമിക് യൂണിവേഴ്സ്, ആദാമിന്റെ സൃഷ്ടിക്ക്, അല്ലെങ്കിൽ 6 days ക്രിയേഷൻ, 6 ദിവസത്തെ സൃഷ്ടിക്ക് മുൻപുണ്ടായിരുന്ന ലോകം ദൈവിക ന്യായവിധിയാൽ നശിച്ചുപോയി. അതിന്റെ പ്രതീകമായി നമുക്ക് കാണുവാൻ കഴിയുന്ന ആഴത്തിന്മീതെ ഉണ്ടായിരുന്ന ഇരുൾ. അവിടെയാണ് ഇരുൾ ന്യായവിധിയുടെ പ്രതീകമായി ആദ്യം നാം കാണുന്നത്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ മനുഷ്യ ലോകത്തിൽ നാം കാണുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ മിസ്രയീമിലാണ്. എക്സോഡസ് ചാപ്റ്റർ 10 അവിടെയാണ് നാം കാണുന്നത്. 3 ദിവസം ഇരുട്ടുണ്ടായി. മിസ്രയീമ്യർ ഇരുട്ടിൽ 3 ദിവസം ഇരുന്ന ഇടത്ത് തന്നെ ഇരുന്നു, അനങ്ങാനൊക്കാതെ. അതാണ് സ്പർശിക്കത്തക്ക ഇരുട്ടായി നാം കാണുന്നത്. സ്തോത്രം. നമ്മളാരും ഇതുവരെ ഇരുട്ടിനെ തൊട്ടിട്ടില്ല. ഇരുട്ടിലൂടെ നടന്നാലും ഇരുട്ട് നമ്മളെ ഇടിച്ചിട്ടിട്ടൊന്നുമില്ല. പക്ഷേ മിസ്രയീമിൽ അവർ ഇരുന്നിടത്ത് തന്നെ ഇരുന്നു. അവർക്കറിയായിരുന്നു തീപ്പെട്ടി എവിടെ ഇരിക്കുന്നതെന്ന്. ഒന്നുമില്ലെങ്കിൽ അമ്മച്ചിമാർക്കെങ്കിലും അറിയായിരുന്നു. ഇന്നത്തെ പോലെ ഗ്യാസും ലൈറ്ററും ഒന്നും ഇല്ലായിരുന്നല്ലോ. അടുപ്പെങ്കിലും എവിടെയാണെന്ന് അവർക്കറിയായിരുന്നു. അടുപ്പത്തിരുന്നവർക്ക് പോലും, അടുപ്പിൽ ഒരുപക്ഷെ പാചകം ചെയ്തുകൊണ്ടിരുന്നവർക്ക് പോലും ഒന്ന് വിളക്ക് കത്തിക്കാൻ പറ്റിയില്ല. കാരണം അനങ്ങിപ്പോയാൽ ഇരുട്ട് അവരെ ഇടിക്കുമായിരുന്നു. മൊത്തം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നരകത്തിലും ഇതുപോലെ തന്നെയാണെന്ന്. ഇരുട്ടുകൊണ്ട് സെല്ലുണ്ടാക്കി അതിനകത്താണ് ഓരോരുത്തരെയും അടയ്ക്കുന്നത്. ചിലരൊക്കെ നരകത്തിൽ പോകാനിരിക്കുന്നവർ നരകം മുഴുവനും കറങ്ങി നടന്ന് കാണാമെന്നും പറഞ്ഞാ പോകാനിരിക്കുന്നത്. നടക്കത്തില്ല. നരകത്തിലാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരന്മാരും സുന്ദരിമാരും നമ്മളൊക്കെ കാണാൻ ആഗ്രഹിച്ച സെലിബ്രിറ്റീസ് എല്ലാം അവിടെ കിട്ടും. ഇവിടെയോ കാണാൻ പറ്റില്ല. അവിടെങ്കിലും പോയി കണ്ട് അവരോടുകൂടെ സമയപരിധിയില്ലാതെ സമയം ചെലവഴിക്കാം എന്നൊക്കെ പറഞ്ഞ് പോകാനിരിക്കുന്ന പുള്ളികൾ ഉണ്ട്. നടക്കത്തില്ല. തൊട്ടടുത്ത സെല്ലിലുള്ളവരെ കാണാൻ പോലും പറ്റില്ല. തൊടാനൊക്കത്തില്ലല്ലോ, പിന്നല്ലേ. അനങ്ങാൻ പറ്റില്ല. ഒരാളിന് എത്രയും വലിപ്പമുണ്ടോ അത്രയും വലിപ്പത്തിൽ മാത്രമുള്ള സെല്ലായിരിക്കും. വേറൊന്നും ഉണ്ടാക്കണ്ട അവിടെ. ഈ ഇരുട്ട് മതി. കുറ്റിരുട്ട്. പറഞ്ഞു വന്നത്, ഇരുട്ട് എന്നത് ന്യായവിധിയുടെ തെളിവാണ്. സ്തോത്രം. അത് നാം ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ ആദ്യമായി കാണുന്നു. പിന്നീട് നാം എക്സോഡസ് ചാപ്റ്റർ 10 21 to 23 ഒക്കെ അറിയാവുന്നതായതുകൊണ്ട് വായിപ്പിക്കുന്നില്ല. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 21 മുതൽ 23 വരെ കാണുന്നു. യെശയ്യാ പ്രവചനം 50-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. ഐശയ്യ 50 and verse 3 and chapter 13 verses 9 and 10. യെശയ്യാവ് 13-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ഐശയ്യ 24-23 24-ന്റെ 23-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി വാക്യങ്ങളുണ്ട്. അവിടെയെല്ലാം ഇരുട്ട്, അന്ധകാരം ദൈവിക ന്യായവിധിയെ കാണിക്കുന്നു. 6-ാം മുദ്രാഭേദനത്തിൽ സൂര്യൻ ഇരുണ്ടുപോകുന്നത്, വെളിച്ചം തരാതിരിക്കുന്നത്, ഭൂമിയിൽ ഇരുട്ട് വ്യാപരിക്കുന്നത് ദൈവിക ന്യായവിധിയുടെ പ്രതീകമായി നമുക്ക് മനസ്സിലാക്കാം. സ്തോത്രം. ആ നിലകളിൽ ആ ഭാഗങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. സ്തോത്രം. അങ്ങനെ ലോകത്തിന്റെ പല ചരിത്രത്താളുകളിലും ഇരുൾ ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടേക്കൊന്നും പോകുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് 15-ാമത്തെ ഒരു കൂരിരുട്ടുണ്ടായില്ലേ?
അതെ, അത് ലോകം മുഴുവനുമായിട്ടുണ്ടായില്ല, ആ പ്രദേശങ്ങളിലാണ് ഉണ്ടായത്. അതിനെയും ന്യായവിധിയുമായിട്ട് തന്നെ നമുക്ക് ബന്ധപ്പെടുത്താം. എങ്ങനെ? യഹൂദരോടുള്ള അല്ല, മസിഹായെ ദൂഷിച്ചതുകൊണ്ട്. ഇനി അതുമല്ലാതെ തന്നെ ക്രൂശിൽ എന്താണ് നടന്നത്? ന്യായവിധിയുമായി ബന്ധപ്പെട്ട് പാപപരിഹാരം. പാപത്തിന് ശിക്ഷ വിധിക്കുകയായിരുന്നു. റോമർ 8:3. യേശുവിന്റെ ക്രൂശ് മരണത്തിൽ സംഭവിച്ചത് ദൈവം യേശുവിന്റെ ജഡശരീരത്തിൽ പാപത്തെ ശിക്ഷിക്കുകയായിരുന്നു. അതായത് പാപത്തോടുള്ള ന്യായവിധിയാണ് ക്രൂശിൽ നടന്നത്. വാട്ട് occurred on the cross was God's judgment against sin. അതിന്റെ പ്രതീകമായി അവിടുത്തെ ഇരുട്ടിനെ നമുക്ക് ഇതേ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കാം. വേറെയും അർത്ഥങ്ങൾ നമുക്കതിന് കൊടുക്കാൻ പറ്റും, പ്രസംഗകരുടെ ഭാഷയിൽ വേറെ ഉണ്ട്. എന്നാൽ ഇവിടെ നമുക്കിങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്രൂശിൽ ദൈവം പാപത്തിന് ശിക്ഷ വിധിക്കുകയായിരുന്നു. അതിന്റെ പ്രതീകമായിട്ട് തന്നെ സൂര്യൻ ഇരുണ്ടുപോയി, പ്രകാശം ഉണ്ടാകാതിരുന്നു. ഉച്ചയ്ക്ക് 12 മണി മുതൽ യേശുക്രിസ്തു മരിക്കുന്ന ഉച്ച കഴിഞ്ഞ് 3 മണി വരെ അവിടെ ഇരുട്ട് വ്യാപരിച്ചു. സൂര്യഗ്രഹണം ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാം. സ്തോത്രം. അപ്പോൾ സൂര്യൻ ഇല്ലാതെ ആയില്ലെങ്കിലും ഭൂമിയിൽ ഇരുട്ട് വ്യാപരിക്കാം. സ്തോത്രം. ഇരുട്ട് വ്യാപരിക്കാം. അപ്പോൾ യേശുവിന്റെ ക്രൂശീകരണ സമയത്തെ ഇരുട്ട് നമുക്ക് പാപത്തോടുള്ള ദൈവിക ന്യായവിധിയുടെ ഒരു വെളിപ്പാടായിട്ട് തന്നെ മനസ്സിലാക്കാം. മറ്റ് അർത്ഥങ്ങൾ പ്രസംഗക ഭാഷയിലുണ്ട്, പക്ഷേ നമ്മുടെ വിഷയത്തോട് അതിന് ബന്ധമില്ലാത്തത് കൊണ്ട് അവിടേക്ക് പോകുന്നില്ല. ശരി, മറ്റെന്തെങ്കിലും ഇതുവരെയുള്ള കാര്യങ്ങളിൽ സംശയമുണ്ടോ? ഒരു സംശയം. അപ്പൊ ഒരാള് മാനസാന്തരത്തിന് മരണം കഴിഞ്ഞാൽ അവസരമില്ലെന്ന്. അപ്പൊ ഇപ്പോ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ ഒരു സഹോദരൻ മരിച്ചു. അപ്പൊ പുള്ളിക്ക് ആത്മീയത, കാഴ്ചപ്പാടിൽ ആത്മീകനായി നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പെട്ടെന്ന് ഡിപ്രഷൻ വന്ന് ഇങ്ങനെ പുള്ളി അങ്ങ് ആത്മഹത്യ ചെയ്തു. അപ്പൊ അതൊക്കെ പക്ഷെ അതോ പക്ഷെ സാക്ഷ്യങ്ങളൊക്കെ ഒത്തിരി പറഞ്ഞ് നല്ല മനുഷ്യനായിരുന്നു എന്നൊക്കെയാ. പക്ഷെ അത് ദൈവം ഒരിക്കലും അംഗീകരിക്കുന്നില്ലല്ലോ അത്. അല്ല, അതാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ മരിക്കുമ്പോഴത്തെ നമ്മുടെ ആത്മീയ അവസ്ഥയാണ് ദൈവം കണക്കാക്കുന്നത്. ഒരു ആത്മീയൻ, യഥാർത്ഥ ആത്മീയൻ ഡിപ്രഷനിലേക്ക് പോകില്ല. എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരു ആത്മീയൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അങ്ങനെ ഒത്തിരി പേരെ എനിക്കറിയാം. ആ വിഷയങ്ങളിൽ പലയിടങ്ങളിലും സംവാദങ്ങൾ നടക്കാറുണ്ട്. ഈ ഏറ്റവും ഒടുവിൽ വന്ന ഒരു നിമിഷത്തെ ചിന്താഗതിയിലാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. ദൈവം ആ ഒരു നിമിഷത്തെ ഗൗരവമായി കാണുമോ എന്നൊക്കെയാ വാദിക്കുന്നത്. പക്ഷേ അതൊരൊറ്റ നിമിഷം കൊണ്ട് സംഭവിക്കുന്നതല്ല. കൂടാതെ ഒരാത്മീയനെ സംബന്ധിച്ച് ആ ഒരൊറ്റ നിമിഷത്തേക്ക് പോലും അവൻ ദൈവത്തിൽ നിന്നും തെറ്റി മാറുകയില്ല. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ആത്മീയ ലോകത്തും ധാരാളം ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. സഭാ ഹാളുകൾക്കകത്ത് നടക്കുന്നുണ്ട്. ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. സ്തോത്രം. പക്ഷേ നമുക്ക്
തിരുവെഴുത്തുകൾ പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറയപ്പെട്ട വിഷാദ രോഗങ്ങളോ ആത്മഹത്യാ പ്രവണതകളോ ആത്മീയന്മാർക്ക് ഭൂഷണമല്ല, അവർക്കുണ്ടാവുകയില്ല. എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഇന്നും ഞാൻ ചിന്തിച്ചു, ഇന്ന് ഞാൻ ഉണർന്നതിന് ശേഷവും ചിന്തിച്ച ഒരു കാര്യം, ഒരിക്കൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കയറുമെടുത്ത് മരത്തേൽ കയറിയിരുന്നവർ ദൂരെ എവിടെയോ നടന്ന സുവിശേഷ പ്രസംഗത്തിന്റെ ചെറിയ അലയൊലികൾ കേട്ട് ആ കയറവിടെ ഇട്ടിട്ട് ഇറങ്ങി സുവിശേഷം നടന്ന സ്ഥലത്ത് ചെന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ചരിത്രമാണ് നമുക്കുള്ളത്. ഇന്ന് നേരെ തിരിച്ച 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ്, ഇതെനിക്കറിയാവുന്ന കേസായതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ, 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നേരെ പോയത് ആത്മഹത്യയിലേക്കാണ്. അങ്ങനെ ചെയ്തവരെ എനിക്കറിയാം. ഒരിക്കലും ഒരു ആത്മീയനത് സംഭവിക്കത്തില്ല. നമ്മൾ എവിടെ നിന്നും എവിടേക്ക് തെറ്റിപ്പോയെന്ന് ഓർത്ത് നോക്കുക. വിഷാദ രോഗികളെ മാത്രമല്ല, വെറും ഭ്രാന്തന്മാരെ പോലും ചങ്ങലയിട്ട് കൊണ്ടുവന്ന് നമ്മുടെ ഇടയിൽ പ്രാർത്ഥിച്ച് സൗഖ്യമായി ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് തിരികെ സുബോധത്തോടെ നടന്നുപോയ ചരിത്രമാണ് പെന്തക്കോസ്ത് സഭകൾക്കുള്ളത്. പക്ഷെ ഇന്നോ ഞാൻ പറയണ്ടല്ലോ. അതിനൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. സ്തോത്രം. വേദപുസ്തകം വാഗ്ദത്തങ്ങൾ നൽകുന്ന പുസ്തകമാണ്. വാഗ്ദത്തങ്ങൾ എന്നുള്ളത് ഭൗതിക ലോകത്തിലെ വാഗ്ദത്തങ്ങളല്ല, ഭൗതിക ഉയർച്ചകളുടെ വാഗ്ദത്തങ്ങളല്ല. വാഗ്ദത്തങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് ദൈവവചനം നമുക്ക് തരുന്ന വാഗ്ദത്തം, രാഷ്ട്രീയക്കാര് തരുന്ന വാഗ്ദത്തം അല്ല. എല്ലാം നന്നാവും, എല്ലാം ശരിയാവും. നോ. അച്ഛാ ദിൻ ആയേഗ, നല്ല ദിവസം വരും, ഈ വാഗ്ദത്തമല്ല. അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ഏതാണ്ട് അതുപോലൊക്കെ തന്നെയുള്ള വാഗ്ദത്തങ്ങളായി ഇന്ന് നമ്മുടെ പുൽപ്പിറ്റുകളിൽ നിന്ന്, പ്രസംഗപീഠങ്ങളിൽ നിന്നും കേൾക്കുന്നത്. അതുമല്ല ഞാൻ ഈ പറയുന്നത്. എന്നാൽ ഈ തിരുവെഴുത്ത് നമുക്ക് തരുന്ന വാഗ്ദത്തം, എത്ര ഭീകരമായ സംഭവങ്ങൾ ഉണ്ടായാലും രക്ഷിതാവായിട്ട് യേശു വരും. നീതിയുള്ള ഒരു രാജാവ് ഈ ഭൂമിയിൽ ഭരിക്കും. നാം കർത്താവിനോട് കൂടെ ആയിരിക്കും. നാം സഹിക്കുന്ന സകല അന്യായങ്ങൾക്കും അനീതികൾക്കും ദൈവം നമുക്ക് പ്രതിഫലം തരും. നമ്മുടെ സത്യാവസ്ഥ ദൈവം മുഴു ലോകത്തിൻ്റെയും, മാത്രമല്ല പിതാവായ ദൈവം, ത്രിയേക ദൈവവും ദൂതന്മാരുമുള്ള സദസ്സിൽ തന്നെ വെളിപ്പെടുത്തും എന്നൊക്കെയുള്ള നിത്യതയുടെ വാഗ്ദത്തമാണ് നമുക്ക് ഈ തിരുവെഴുത്ത് തരുന്നത്. ആ വാഗ്ദത്തങ്ങളാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശ ഉള്ളിലുള്ള ഒരുത്തനും ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും വിഷാദം ഉണ്ടാവില്ല, നിരാശ ഉണ്ടാവില്ല, ആശങ്കകൾ ഉണ്ടാവില്ല, ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുകയുമില്ല. അതിനെക്കുറിച്ച് അവൻ ചിന്തിക്കുക പോലുമില്ല. സാത്താൻ വന്നിട്ട് പറയാ, ചെയ്യടാ, പോയി ചാകടാ എന്ന് പറഞ്ഞാലും ആ ഒരു ചിന്ത അവന്റെ മനസ്സിലേക്ക് വരികയേയില്ല. ഇതൊരു വെല്ലുവിളിയായി തന്നെ ദൈവജനം ഏറ്റെടുത്തു കൊള്ളണം. സ്തോത്രം. ദൈവം എനിക്ക് വേണ്ടി ഉണ്ടെങ്കിൽ, എനിക്കായിട്ട് ജീവിക്കുന്നെങ്കിൽ ഞാൻ എന്തിനാ ചാകുന്നേ? ഞാൻ എന്തിനാ നിരാശപ്പെടുന്നത്? പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, തെറ്റിദ്ധരിക്കപ്പെടാഞ്ഞിട്ടല്ല, നമ്മെപ്പറ്റി വ്യാജ വർത്തമാനം പരത്താഞ്ഞിട്ടല്ല. ഈ സോഷ്യൽ മീഡിയയിൽ പോലും നമ്മെക്കുറിച്ച് എന്ത് വൾഗറായിട്ടുള്ള കാര്യങ്ങളും എത്ര വൃത്തികെട്ട കാര്യങ്ങളും പരത്തട്ടെ, വ്യാജമായിട്ടാണെങ്കിൽ നമുക്ക് ഒട്ടും നിരാശ ഉണ്ടാവില്ല.
ഇനി സത്യമായതാണ് അങ്ങനെ പരത്തുന്നതെങ്കിൽ നമ്മൾ ചാകത്തില്ല, മാനസാന്തരപ്പെടുകയുള്ളൂ. മനസ്സിലായോ? ഇപ്പം എന്നെക്കുറിച്ച് എന്തെങ്കിലും ദോഷമായത് സോഷ്യൽ മീഡിയയിലാകട്ടെ അല്ലാതെ ആകട്ടെ പരത്തിയാൽ അത് സത്യമാണെങ്കിൽ ഞാൻ മാനസാന്തരപ്പെടും, ഞാൻ പോയി ചാകത്തില്ല. അല്ല, വ്യാജമായിട്ടാണ് പരത്തുന്നതെങ്കിൽ ഞാനതിനെ കൂസത്തതേയില്ല. എനിക്കെന്തോ വേണം? പറയുന്നവർ പറയട്ടെ. സ്തോത്രം. അതുകൊണ്ട് ഈ രണ്ട് രീതിയിലായാലും വിഷാദത്തിനും ആത്മഹത്യക്കും ആത്മീയതയിൽ സ്ഥാനമില്ല. അങ്ങനെയുള്ളവർ ജീവിച്ചിരിക്കെ എത്ര നല്ല ആത്മീയരായി ജീവിച്ചിരുന്നെങ്കിൽ പോലും കർത്താവിന്റെ രാജ്യത്തിലേക്ക് പോകാനിടയില്ല. അങ്ങനെ നമുക്കാർക്കും ഭവിക്കരുത്. സ്തോത്രം. പ്രൈസ് ഗോഡ്. എന്താ സുജയ്, വായിച്ചോ? സുജയല്ലേ മെസ്സേജ് അയച്ചത്? സങ്കീർത്തനം 46 കോരഹപുത്രന്മാർ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. കാരണം ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. ആമേൻ. വെരി ഗുഡ്. ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചോട്ടെ, കുലുക്കം ഉണ്ടാവില്ല. സ്തോത്രം. ദൈവം ഉണ്ട് എന്ന വിശ്വാസം, അതാണ് നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസം. നമ്മുടെ ക്ലാസ്സിലായിരുന്നു തോന്നുന്നല്ലോ വിശ്വാസത്തിലെ ഏറ്റവും ആദ്യത്തെ ഘടകം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചത്. എവിടെയോ 2 ക്ലാസ്സുകളിൽ ഞാൻ ആ കാര്യം എടുത്ത് പറഞ്ഞിരുന്നു. എബ്രായ ലേഖനം 11:6 നിന്ന് നമ്മുടെ ഗ്രൂപ്പിലായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ ഒന്നാമത്തെ വിശ്വാസം അതാണ് നമുക്ക് വേണ്ടത്. ഗോഡ് എക്സിസ്റ്റ്, ദൈവം ഉണ്ട്. ആ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട വിഷയങ്ങളിലേക്കൊന്നും പോവുകയില്ല. സ്തോത്രം. അപ്പൊ പക്ഷെ നമ്മള് പെന്തിക്കോസിൽ നമ്മള് ഇപ്പൊ മരിച്ചാലും നമ്മള് കർമ്മ അതായത് ശവസംസ്കാര ശുശ്രൂഷയൊക്കെ എല്ലാ പ്രാർത്ഥനയോടും കൂടാണല്ലോ ഇപ്പൊ ചെയ്യുന്നേ. അപ്പൊ ഇവിടെ ഒരു ദേവദാസം വന്നപ്പോ ഞാനിങ്ങനെ ചോദിച്ചപ്പം പറഞ്ഞു, അത് ഈ ലാസ്റ്റത്തെ ഒരു നിമിഷത്തെ ഒരു കാരണം കൊണ്ട് വരുന്നല്ല, അതൊന്നും ദൈവം കണക്കിടത്തില്ല, അതുവരെ നന്നായല്ലേ ജീവിച്ചതെന്ന്. നമ്മൾ അതിന്റെ മറുപടി ഇപ്പൊ കണ്ടു കഴിഞ്ഞു. പിന്നെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചൊക്കെയാണ് അടക്കുന്നത് എന്നുള്ളത് ശരിയാ. അത് മരിച്ചവരോടുള്ള ബന്ധത്തിലല്ല നമ്മളത് ചെയ്യുന്നത്, ജീവിച്ചിരിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങളോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാനും അങ്ങനെ ഒരു ശവസംസ്കാരം നടത്തിയിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. നമ്മുടെ ഒരു സഭ, പുതുതായി തുടങ്ങിയ ഒരു സഭ ഒരു വീട്ടിൽ, അവിടെയാണ് സഭായോഗങ്ങൾ നടക്കുന്നത്. ആ വീട്ടിലെ അപ്പനും അമ്മയും ഒരു സഹോദരിയും രക്ഷിക്കപ്പെട്ടത്. അവർക്കുള്ള ഏക മകൻ രക്ഷിക്കപ്പെട്ടയാളല്ല. ഒരു ഡിസംബർ 31 പുതുവർഷം ആഘോഷിക്കാൻ അവരുടെ വിലയേറിയ ലക്ഷറി കാറും ഒക്കെ ആയിട്ട് 18 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കൂട്ടുകാരുമൊത്ത് പോയി മദ്യപിച്ച് 5 പേര് ലക്ഷറി കാറിലിരുന്ന് വന്ന് ആക്സിഡന്റ് ആയി. 5 പേരും വണ്ടിക്കകത്ത് തന്നെ ഇരുന്ന് മരിച്ചു. അതിൽ ഈ പയ്യന്റെ അടക്കം എനിക്ക് നടത്താൻ അവസരം ഉണ്ടായത്. പക്ഷേ അങ്ങനെയുള്ള അടക്ക സമയത്ത് മരിച്ചുപോയ ആളിനെ വെക്കുമ്പം അടക്കുന്നയാൾ പറയുമല്ലോ, നീയോ ദാനിയേലേ വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിങ്കിൽ നിന്റെ യോഹ പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. അത്രയും പറഞ്ഞ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആ പുള്ളിയുടെ പേര് പറഞ്ഞിട്ട് ഇവനെ വിശ്രമത്തിന് വേണ്ടി അയക്കുന്നു. അതിനകത്തും വേറെ കാര്യമുണ്ട്, അത് പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പോകേണ്ട ആള് ദാനിയേൽ എപ്പോഴേ പോയി. ഇപ്പം ദാനിയേലിനോട് ദൈവം അത് പറഞ്ഞത് ജീവിച്ചിരിക്കുമ്പോഴാണ്.
പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവിന്റെ കാഹളനാദത്തിങ്കൽ നീയും മഹത്വ ശരീരത്തോട് എഴുന്നേറ്റ് വരുമെന്നൊന്നും പറയണ്ട. മരിച്ചവർ ഉയർക്കുന്ന സമയത്ത് നീയും നിന്റെ യോഗ്യത പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അല്ലാതെ ഒരു വിശുദ്ധനെ സംസ്കരിക്കുന്നത് പോലെ സംസ്കരിക്കണ്ട എന്ന് മാത്രം. അനന്യാസും സഫീറയും ദൈവത്തോട് പാപം ചെയ്ത് മത്സരികളായി ദൈവം ശിക്ഷാവിധി ഏറ്റെടുത്ത് മരിച്ചു. അവരെ അടക്കം ചെയ്തത് സഭയിൽപ്പെട്ടവരായിരുന്നു. അത് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ആ സമയത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. പണ്ട് ആരോ പറഞ്ഞതുപോലെ ഒരു അച്ചായൻ മരിച്ചു കിടന്നപ്പം ആൾക്കാരൊക്കെ വന്നിങ്ങനെ അച്ചായനെ കുറിച്ച് അനുസ്മരണങ്ങൾ പറഞ്ഞപ്പം കരഞ്ഞുകൊണ്ടിരുന്ന അമ്മച്ചി പറഞ്ഞു, നടാ മോനെ നീ ഒന്ന് പോയി നോക്കിക്കാടാ മുഖം ഒന്ന് മാറ്റി നോക്കിയാൽ നമ്മുടെ അച്ചായൻ തന്നെ അന്ന് മരിച്ചു കിടക്കുന്നത്. നമുക്കത് വേണ്ട. മരിച്ചവരോടായാലും കല്യാണ സമയത്തായാലും നമ്മൾ വ്യാജമൊന്നും പറയാൻ പോകണ്ട. സത്യം പറയാൻ വയ്യ എങ്കിൽ കള്ളം പറയാതിരുന്നാൽ മതി. ഈ മരിച്ച പുള്ളി ഇന്ന പോലെ ആയിരുന്നെന്നും നമുക്ക് പറയാനൊക്കത്തില്ല. അതൊന്നും പറയണ്ട. പിന്നെ ഇല്ലാതിരുന്ന കാര്യമൊന്നും വിളിച്ച് പറയാതിരുന്നാൽ മാത്രം മതി. സ്തോത്രം. ഓക്കെ, അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞ് നിർത്തിക്കോട്ടെ. ഇവിടെ നമ്മൾ 15-ാമത്തെ വാക്യത്തിൽ, വെളിപ്പാട് 6-ന്റെ 15-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നു, രാജാക്കന്മാർ തുടങ്ങിയുള്ള മഹാന്മാരൊക്കെ ഓടുകയാണ്. അവിടെ നാം കാണുന്നത് എന്താണ്? അതുവരെ മറ്റുള്ളവരെ പീഡിപ്പിക്കുമായിരുന്നവർ, മറ്റുള്ളവരെ ഉപദ്രവിക്കുമായിരുന്നവർ ഇവിടെ സ്വയം പീഡ അനുഭവിക്കുകയാണ്. കാസ്റ്റും ക്ലാസും കളറും ഒന്നും നോക്കാതെ, സ്ഥാനമാനങ്ങൾ നോക്കാതെ, പദവികൾ നോക്കാതെ, ഇവിടെ കർത്താവിന്റെ വരവിങ്കൽ എല്ലാവരും ഒരുപോലെ പീഡിപ്പിക്കപ്പെടും. മുഖം നോക്കി, നിറം നോക്കി, യോഗ്യത നോക്കി, കുടുംബം നോക്കി ഇടപെടുന്ന ഒരു ഇടപാട് നമ്മുടെ കർത്താവിന്റെ വരവിങ്കലില്ല. സ്തോത്രം. എത്ര ഉന്നത കുലജാതനും എത്രയും ഹീനമായി ജീവിച്ച, അല്ലെങ്കിൽ സാമൂഹികമായി വിദ്യാഭ്യാസപരമായി ഏറ്റവും താഴേക്കിടയിൽപ്പെട്ടയാളും കർത്താവിന്റെ ന്യായവിധിയുടെ മുമ്പിൽ തുല്യരാണ്. ഒരു മാറ്റവും അതിനില്ല എന്ന് ഈ ഭാഗങ്ങൾ വ്യക്തമാക്കുന്നു. സ്തോത്രം. യോവേൽ പ്രവചനം 2-ന്റെ 11-ാമത്തെ വാക്യം എന്ന് വായിച്ചോളൂ. ജോയേൽ 2:11. യഹോവ തന്റെ സൈന്യത്തിന് മുമ്പിൽ മേഘനാദം കേൾപ്പിക്കുന്നു. അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു. അത് സഹിക്കാകുന്നവൻ ആർ? അതുപോലെ തന്നെ മലാഖി 3:2 കൂടെ. മലാഖി 3:2. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും. ഇവിടെയൊക്കെ നമ്മുടെ കർത്താവിന്റെ ആ പ്രത്യക്ഷതയെ പറ്റിയാ പറയുന്നത്. യഹോവയുടെ നാളുമായി ബന്ധപ്പെട്ടാണ് ഇതെല്ലാം. അതിന്റെ അക്ഷരീയ നിവൃത്തിയാണ് 6-ാം മുദ്രാഭേദനത്തിൽ നാം വെളിപ്പാട് 6-ന്റെ 12 മുതൽ വിശേഷിച്ച് 15 മുതൽ കാണുന്നത്. സ്തോത്രം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കർത്താവ് സഭയെ ചേർക്കുവാൻ വരുന്നതിനെ കുറിച്ച് പഴയ നിയമത്തിൽ എങ്ങും കാണുന്നില്ല. എന്നാൽ ഏതാണ്ട് 1500 ചില്ലുവാനം പ്രാവശ്യം, മോർ ദാൻ 1500 ടൈംസ്, 1500-ലധികം പ്രാവശ്യം പഴയ നിയമത്തിൽ നമ്മുടെ കർത്താവ് മേഘങ്ങളെ വാഹനമാക്കി ഭൂമിയിലേക്ക് വിശുദ്ധന്മാരുമായി വരുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്.
അതിലെ ചില പരാമർശങ്ങളാണ് നാം ഇവിടെ കണ്ടത്. അവൻ വരുമ്പോൾ, സ്തോത്രം, സഹിച്ചു നിൽക്കുന്നവൻ ആര്? സ്തോത്രം. ആ നമ്മുടെ കർത്താവ് വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? സ്തോത്രം. ആർക്കും നിൽക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ പോലെ. സ്തോത്രം. അതിന്റെ അക്ഷരീയമായ നിവൃത്തിയാണ് കർത്താവിന്റെ വരവിൽ കാണുന്നതായി 6-ാം മുദ്രാഭേദനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം 6-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗങ്ങളിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ മുതൽ 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരൽപ്പം നേരത്തെ ഞാൻ നിർത്തിക്കൊള്ളട്ടെ. സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ നമുക്ക് സമർപ്പിച്ച് നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ കർത്താവിന്റെ ഈ വരവിൽ ഭൂമിയിലെ മഹത്തുക്കൾക്ക് നിൽപ്പാൻ കഴിയാതെ വരുമ്പോൾ സാധുക്കളായ നാം, സ്തോത്രം, ജ്ഞാനവും മറ്റ് ഒന്നും അവകാശപ്പെടാനില്ലാത്ത നാം, നമ്മുടെ കർത്താവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവർ, അന്ന് നമ്മുടെ കർത്താവിനോട് കൂടെ തേജസ്സിൽ കാണും. പൗലോസ് പറയും പോലെ അവൻ തേജസ്സിൽ പ്രത്യക്ഷനാകുമ്പോൾ നാമും അവനോട് കൂടെ തേജസ്സിൽ പ്രത്യക്ഷരാകും. സ്തോത്രം. നമ്മുടെ കർത്താവിനെ എത്താനിരിക്കും പോലെ നാം കാണും. നാം അന്ന് ഭയപ്പെടുകയില്ല. കർത്താവിന്റെ മുഖശോഭ നമ്മെ ഭയപ്പെടുത്തുകയില്ല. ആരാധനയിലേക്ക് നമ്മെ നയിക്കും. നാമും അവനെ പോലെ ശോഭയുള്ളവരായിത്തീരും. നാമും നമ്മുടെ കർത്താവിനെ പോലെ തേജസ്കരിക്കപ്പെട്ടവരാകും. നമുക്ക് നമ്മുടെ കർത്താവിനെ തേജസ്സോടെ കാണുവാൻ അവസരമുള്ളത് കൊണ്ട് നമ്മെ തന്നെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. സ്തോത്രം. ആ പ്രത്യാശയോടെ നമുക്ക് ലോകത്താലുള്ള കളങ്കമേൽക്കാതെ ജീവിക്കാം, നിരാശപ്പെടാതെ ജീവിക്കാം, വിഷാദങ്ങൾ അകറ്റി ജീവിക്കാം. സ്തോത്രം. നമ്മെ ഓരോ ദിവസവും ജീവിക്കുവാൻ, കഷ്ടതകൾ സഹിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് ഈ വലിയ പ്രത്യാശയാണ്. ആ പ്രത്യാശയാൽ നിറയപ്പെട്ടവരും മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്നവരുമായി ജീവിപ്പാൻ ഈ വചനങ്ങൾ മുഖാന്തരങ്ങളാകട്ടെ. നമുക്ക് തിരുസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.